നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായ ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. ഈ ഒരു പുതുവത്സരത്തിൽ പുതിയ ഒരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. APL BPL വ്യത്യാസമില്ലാതെ ഈ ഒരു ധനസഹായം ലഭിക്കും. 1000 രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു അറിയിപ്പ് കൂടി പങ്കുവെക്കാനുള്ളത്, 2 ദിവസം അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ്സൈറ്റിലും നമ്മുടെ വാർത്തകൾ ലഭ്യമാണ്. അതിനായി www.janakshemamedia.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. employment.kerala.government.in എന്ന വെബ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. കേരളത്തിൽ സ്ഥിര താമസക്കാരായ 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ ഡിംസ് സർവകലാശാലകൾ, നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ UPSC, സംസ്ഥാന PSC സർവീസ് സെലക്ഷൻ ബോർഡ് അല്ലെങ്കിൽ കര, നാവിക, വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികളോ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ. അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാ ക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. നൈപുണ്യ പരിശീലനം, മത്സര പരീക്ഷാ പരിശീലനം എന്നിങ്ങനെ ഏത് വിഭാഗത്തിലായാലും ഒരു വ്യക്തിക്ക് ഒരു തവണ പരമാവധി ആകെ 12 മാസത്തേക്ക് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ മുതലായവ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, വിവിധ തരം സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ, EPF പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്യുന്ന മറ്റൊരു സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുകയില്ല. കൂടാതെ നൈപുണ്യ വികസന പരിശീലന കോഴ്സ് അല്ലെങ്കിൽ മത്സര പരീക്ഷാ പരിശീലനങ്ങൾക്കല്ലാതെ മറ്റു കോഴ്സുകളായ അതുപോലെ തന്നെ നീറ്റ്, സെറ്റ്, നെറ്റ് തുടങ്ങിയ പ്രവേശന അല്ലെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് പരിശീലിക്കുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. അപേക്ഷ സമർപ്പിക്കുന്നവർ ജനന സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, വോട്ടർ ID അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇനി അതുമല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കണം. നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പരിശീലന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സത്യവാങ്മൂലവും, മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ മത്സര പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിവരം എന്നിവയും സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം അപേക്ഷകർ പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന കൂടി നൽകേണ്ടതുണ്ട്. ഓൺലൈനായി മാത്രമാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. employment.kerala.government.in എന്ന വെബ് പോർട്ടൽ മുഖേന വേണം നിങ്ങൾ അപേക്ഷിക്കാൻ. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു. ഇനി ജനുവരി മാസത്തെ റേഷൻ വിതരണമാണ് ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ 2 ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 1-ാം തീയതിയും 2-ാം തീയതിയും റേഷൻ കടകൾക്ക് അവധിയാണ്. 2-ാം തീയതി മന്നൻ ജയന്തി കണക്കിലെടുത്താണ് അവധി നൽകുന്നത്. ജനുവരി മാസത്തെ, അതായത് 2026 ജനുവരി മാസത്തെ റേഷൻ വിതരണം 3-ാം തീയതി ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. 2026 ജനുവരി, ഫെബ്രുവരി, മാർച്ച് ക്വാർട്ടറിൽ വൈദ്യുതി ഉള്ള വീടുകളിലെ AY കാർഡിന് ആകെ 1 ലിറ്റർ മണ്ണെണ്ണയും PHH, NPS, NPNS കാർഡുകൾക്ക് ആകെ 0.5 ലിറ്റർ മണ്ണെണ്ണ, വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആകെ 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പതിവ് റേഷനും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും തന്നെ ജനുവരി മാസത്തിലും ലഭ്യമാകുന്നതാണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.